ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് മക്രോണി പാസ്തയുടെ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യമേ അത് നമുക്കൊന്ന് വേവിച്ചെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് എണ്ണയും ഉപ്പുമാണ് ചേർത്തിരിക്കുന്നത്. എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെ എണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് നല്ല സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇത് ചെറിയ ടൈപ്പിലായിട്ടാണ് മക്രോണി കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ ഒരു കപ്പ്, നമ്മുടെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, തുറന്ന് വെച്ച് തന്നെ ഇച്ചിരി തീ കൂട്ടിയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഈ എണ്ണ ഒഴിക്കുന്ന കാര്യമൊന്നും മിസ്സാകില്ല. പിന്നെ ഉപ്പ് നമ്മൾ ആദ്യമേ കുറച്ച് ചേർത്ത് കൊടുക്കുക, പിന്നീട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്കത് വെന്ത് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമ്മൾ പച്ചക്കറികളൊക്കെ നമുക്ക് അരിഞ്ഞ് വെക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് കോരിയെടുക്കാമേ. ഇത് നമുക്കൊരു അരിപ്പയിലൊക്കെ ഇട്ട് വെക്കുകയോ അല്ലാതെ അതുപോലെ ഒരു കണ്ണാപ്പ് വെച്ച് ഞെക്കിഴത്തുള്ള തവിയുണ്ടല്ലോ അത് വെച്ച് കോരിയെടുത്താലും മതി. എന്നിട്ട് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിലേക്ക് ക്യാരറ്റ് വേണം, ഉള്ളി, തക്കാളിപ്പഴം, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ബീൻസൊക്കെ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. മട്ടർ, ഇതൊക്കെ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ഇഷ്ടമുണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടറും എണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടറൊക്കെ ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യില്ല കേട്ടോ. അതൊക്കെ ചേർത്ത് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇഞ്ചി, വെളുത്തുള്ളി പൊടി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പം ഒരു വലിയ സവാള അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചോപ്പറിലിട്ട് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്, ചോപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ചെറുതായിട്ട് പൊടിയായിട്ട് അരിയുന്നതാണ് നല്ലത്, നീളത്തിൽ അരിയുന്നതിനേക്കാളും. ഇത് കുറച്ച് സമയം ഇട്ട് നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് തക്കാളിപ്പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല പഴുത്ത തക്കാളി തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അത് കുറച്ച് സമയം ഇട്ട് നല്ല സോഫ്റ്റായി വരണം. അതായത് നല്ല സോഫ്റ്റായി നല്ല ഉടഞ്ഞ് വരണം. അത് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ ഉടഞ്ഞിട്ട് ഒന്ന് അടച്ചൊക്കെ വെച്ച് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ സോഫ്റ്റായി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് മുളക് പൊടി കുറച്ചിട്ട് കൊടുത്തു. ഈ മുളക് പൊടി ഞാൻ ഇതിനകത്ത് ഇനി സോസുകൾ ചേർത്താൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ പൊടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റെഡ് ചില്ലി സോസും ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എരിവ് ഇതിനകത്തോട്ട് വരുമല്ലോ. അതുകൊണ്ട് മുളക് പൊടി ഞാൻ ആദ്യമേ ഒരു 1.5 ടീസ്പൂണാണ് ഇട്ടിരിക്കുന്നത്. എരിവില്ലാത്ത പൊടിയാട്ടോ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് നമ്മളതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ക്യാപ്സിക്കവും ക്യാരറ്റും ഒക്കെ അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ വേറെ വെജിറ്റബിൾസ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ഒരു പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഗ്രീൻ പീസ് മട്ടർ ഉണ്ടല്ലോ, അത് ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാം, ബീൻസ് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാമേ. പിന്നെ ഇനി നമുക്കിതൊന്ന് വേവിച്ച് കിട്ടണം. ഇതിലേക്ക് ഒരു അല്പം വെള്ളം, ഞാൻ ചെറിയ ചൂടുവെള്ളം കേട്ടോ, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഇനി നമുക്കിത് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനമാണല്ലോ. പിന്നെ ഞാൻ പറഞ്ഞു സോസ് ഇഷ്ടമല്ലാത്തവർക്ക് ചൂടെ പൊടി ഐറ്റങ്ങളൊക്കെ ചേർത്ത് ഗരം മസാലയൊക്കെ ചേർത്ത് വേണമെങ്കിലും ചെയ്യാം. കുരുമുളക് പൊടിയൊക്കെ ഞാൻ ഇതിനകത്ത് ഇനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇത് നമ്മുടെ പച്ചക്കറികളൊക്കെ വെന്തതിന് ശേഷം അതിലേക്ക് ഞാൻ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, റെഡ് ചില്ലി സോസും ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് സോസ് ചേർക്കേണ്ടത് സോസ് ചേർത്തും ചെയ്യാം, അല്ലാതെ വേണ്ടവർക്ക് അല്ലാതെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളല്ലാതെ പൊടി ഇട്ടിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതിയായിരുന്നു. വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം അടച്ച് കഴിഞ്ഞപ്പോൾ പച്ചക്കറികളൊക്കെ നല്ലപോലെ വെന്ത് വന്നു. ഇതിലേക്ക് ഞാനൊരു അല്പം ഗരം മസാല ചേർത്ത് കൊടുത്തു. പിന്നെ ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂണ്, റെഡ് ചില്ലി സോസ് 1 ടേബിൾ സ്പൂൺ കുറച്ച് ചേർത്താൽ മതി, കാരണം എരിവ് വരുമല്ലോ കൂടുതലായിട്ട്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു 1/4 ടീസ്പൂണ്. ഇതൊക്കെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഈ സോസിനായാലും മാറ്റങ്ങളൊക്കെ വരുത്താം കേട്ടോ. ഇപ്പോൾ ടൊമാറ്റോ സോസ് കുറച്ചും കൂടെ വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താം. പിന്നെ ഇതിനകത്ത് പിസ്സയുടെ ഇതുണ്ടല്ലോ, ഒറിഗാനോ ചേർത്തിട്ടുണ്ട്. പിസ്സയ്ക്കൊക്കെ നമ്മൾ ചേർക്കുന്നത് അത് ഓപ്ഷനിലാണ് കേട്ടോ. കാരണം ഒറിഗാനോ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മൾ പിസ്സയ്ക്കൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ വരാൻ വേണ്ടിയാണല്ലോ ഒറിഗാനോ ചേർക്കുന്നത്. ഇതിനകത്ത് ഇഷ്ടമുണ്ടെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം അത് ചേർക്കാം. അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റിലേക്ക് അത് മാറും കേട്ടോ. എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന മക്രോണി പാസ്തയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും കൊറോണയിൽ എരിവ് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മളിപ്പോൾ ഒത്തിരി കളറുകളൊക്കെ ആഡ് ചെയ്തൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ കളറൊക്കെ വരും. നമ്മളിത് കളറൊന്നും ചേർത്തിട്ടില്ല, സോസിൻ്റെയും ആ പൊടി മുളക് പൊടിയുടെ ഒക്കെ ഉള്ളൊരു കളർ മാത്രമാണ് വന്നിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ്. എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്കിനി കാണാം. ഓക്കെ, ബൈ.